ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം പുറപ്പാട് പുസ്തകം 23 അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 23 അധ്യായം 6-7 വാക്യങ്ങൾ. അത് ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഇടയിൽ ഉള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ച് കളയരുത്. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്ക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കുക ഇല്ലല്ലോ. തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് 2 വർഷങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ്, അഥവാ 2 ഭാഗത്തിലെ തിരഞ്ഞെടുപ്പ്. ഒന്ന്, ദരിദ്രൻ. നാം ഇതിൽ വായിച്ചത് നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന് ന്യായം മറിച്ച് കളയരുത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ച ദുഷ്ടൻ. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്ക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കുക ഇല്ലല്ലോ. അപ്പോൾ 2 പേരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ദരിദ്രൻ, ദുഷ്ടൻ. സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സദൃശ്യവാക്യം അതിൻ്റെ 17 അധ്യായം 15 വാക്യത്തിൽ ദരിദ്രന്റെ ന്യായം മറിച്ച് കളയരുത്. ദരിദ്രന്റെ ന്യായം എന്ത് ചെയ്യരുത്? ആരും മറിച്ച് കളയരുത്. ദൈവം ദുഷ്ടനെ നീതീകരിക്കുക ഇല്ലല്ലോ. അതെ, ദൈവത്തിന്റെ നിയമത്തെ ലംഘിക്കുന്നതിന് മേൽ ദൈവത്തിന്റെ ശാപം ഉണ്ടാകും. ദൈവത്തിന്റെ നിയമം അഥവാ ദൈവത്തിന്റെ ആജ്ഞകൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ ആരൊക്കെ അത് ലംഘിക്കുന്നുവോ, ആരൊക്കെ ത്യജിക്കുന്നുവോ, അവിടെ മേൽ ദൈവത്തിന്റെ ശാപം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുമെന്ന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നാം ദുഷ്ടത ചെയ്യുകയാണെങ്കിൽ, അഥവാ ദൈവത്തിന്റെ നീതിയെ നാം മറിച്ചു കളയുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയെ, ദൈവത്തിന്റെ നിയമത്തെ നാം ലംഘിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുന്നു? അവൻ 3-ാമത്തെയും 4-ാമത്തെയും തലമുറമേൽ ദൈവം അതിനെ കണക്കിടുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ ലംഘനം അറിഞ്ഞുകൊണ്ട്, പിതാക്കന്മാരുടെ ലംഘനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന തലമുറകൾ ഈ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം വ്യക്തിപരമായിട്ട് സ്വീകരിച്ച്, ദൈവത്തിന് നീതിയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ആ പിതാക്കന്മാരുടെ അകൃത്യത്തിൽ നിന്നും നാം സ്വതന്ത്രരായി തീരുവാൻ ഇടയായിത്തീരും. എന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം അതേ ആ പാരമ്പര്യ ശക്തിയിൽ നിന്നും, പാരമ്പര്യ ശാപത്തിൽ നിന്നും, ആ പാരമ്പര്യ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, ലോകത്തിന്റെ രക്ഷിതാവാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ കൊടുത്ത് ആ ഹൃദയത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അതേ സ്തോത്രം ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ച്, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന 10 കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ നീതിയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണെങ്കിൽ നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ ലംഘനങ്ങൾ മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം
25 വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അവയെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? അന്യൊന്നും ഭോഷ്ക് പറയാതെ സത്യം സംസാരിക്കുവാൻ ഇടയാകണം. ദൈവം ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. അവൻ ഭോഷ്ക് പറയുന്ന ഏവർക്കും അതേ സ്തോത്രം ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഭോഷ്ക് ഉപേക്ഷിച്ച് എപ്പോഴും നാം സത്യം സംസാരിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. സ്തോത്രം. ആവർത്തന പുസ്തകം 27 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതേ സ്തോത്രം. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവനാണ് ശപിക്കപ്പെട്ടവൻ. സ്തോത്രം. ഒരിക്കലും നാം ആർക്കു വേണ്ടിയും അവൻ ജാമ്യം നിൽക്കുവാനോ അവൻ ആരോടും ചേർന്ന് അതേ സ്തോത്രം ബാക്കിയുള്ളവരെ കുറ്റം വിധിക്കുവാൻ ഇടയാകരുത്. സ്തോത്രം. നാം വിധിക്കുന്ന വിധിയാൽ ദൈവം നമ്മയും വിധിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് പുതുക്കി അവൻ രൂപാന്തരപ്പെട്ട് ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദുഷ്ടനെയും അതേ സ്തോത്രം ആമേൻ ദരിദ്രനെയും അതേ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കൈകള് അതേ സ്തോത്രം വിശുദ്ധമായി വെടിപ്പുള്ളതായി തീരുവാൻ ഇടയാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ദുഷ്ടനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ആരും ആ ന്യായവിധിയിൽ ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം ഈ നിമിഷം കർത്താവെ അവര് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സത്യമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കർത്താവെ ഈ സത്യത്തിൽ നടക്കുവാൻ, സത്യമാർഗത്തിൽ നടക്കുവാൻ അവരെ സഹായിക്കണമെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവായ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നേരുന്നു. ആമേൻ.